ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. 2026 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു മൈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ദിസ് ഇസ് നോട്ട് എ സൂപ്പർ ഡ്യൂപ്പർ വ്ലോഗ്, പക്ഷേ ഒരു നോർമൽ ആയിട്ടൊരു ട്രാവൽ വ്ലോഗ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫസ്റ്റ്ലി എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഞാനൊരു ട്രാവൽ വ്ലോഗൊക്കെ ചെയ്യുന്നത്. എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? വേറെ എവിടേക്കുമല്ല, എൻ്റെ ഇൻലോസിൻ്റെ നാട്ടിലേക്കാണ്. അവരുടെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ അവിടേക്ക് ട്രെയിനിൽ ആദ്യമായിട്ട് തൃശ്ശൂർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ കാലത്തേക്ക് ട്രെയിൻ യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വ്ലോഗ് കാണുന്നവരാരെങ്കിലും ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന ആളുകളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അറിയുന്ന കാര്യമാണെങ്കിലും ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഏതൊക്കെ ട്രെയിൻ ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ അവിടെ വന്നൊന്ന് എൻക്വയറി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. സ്റ്റേഷനിലേക്ക് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ബോക്സ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. प्लेटफॉर्म क्रमांक 1 पर आएगी। സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് പോകേണ്ട ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്കാണ് വരുന്നത്. പക്ഷേ അത് അരമണിക്കൂർ ലേറ്റാണ്. അത് പറഞ്ഞ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഏതായാലും അരമണിക്കൂർ ലേറ്റ് ആണല്ലോ, എന്നാൽ പിന്നെ ഒരു പോപ്കോൺ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ത്യൻ റെയിൽവേയെ അങ്ങനെ അങ്ങ് കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഇതുപോലുള്ള ചില വൈകലുകൾ ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു അനുഗ്രഹമാണ്. അങ്ങനെ പല അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം അരമണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞാലും ആ അരമണിക്കൂർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രെയിനിങ് എത്തും. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പറഞ്ഞ് കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും മെല്ലെ മെല്ലെ അരിച്ചരിച്ചാണ് നീങ്ങുന്നത്. ഇത് കാണുമ്പോഴാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ട്രെയിനിൽ പോയ അവസ്ഥകളൊക്കെ ആലോചിക്കുന്നത്. ഞങ്ങളുടെ മെയിൻ ട്രെയിൻ എന്ന് പരശുറാം എക്സ്പ്രസ്. അതിങ്ങനെയാണ് പോവുക. ആദ്യം വളരെ പതുക്കെ, പിന്നെ അങ്ങോട്ട് ഒരു സ്പീഡാണ്. ആ സ്പീഡ് കാണുമ്പോൾ നമുക്കിനെ തോന്നും ഇതിന് ഇത്രയും സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2:30 ആകുമ്പോഴാണ് ഞങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനിൽ എത്തുന്നത്. സ്റ്റേഷനിൽ പിന്നെ കുറച്ച് നടന്നതിന് ശേഷം അവിടെയുള്ള റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് മെല്ലെ യാത്ര വീണ്ടും തുടർന്നു. യാത്ര ഇനി അവസാനിച്ചിട്ടില്ല, ഇനി ബസ് ട്രാവലും കൂടി ഉണ്ട് കുറച്ചധികം. ശരിയാ, ശരിക്കും പറഞ്ഞാൽ ട്രാവലിംഗ് അത്ര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇങ്ങനെ ലോങ് ട്രാവലൊക്കെ ആകുമ്പോൾ നമ്മൾ ആകെ ഇരുന്ന് തന്നെ ക്ഷീണിക്കും. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ റൗണ്ട് പാത്ത് വേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിൻ്റെ പേരാണ് പനന്നൂങ്ക്. അങ്ങനെ അതും വാങ്ങി ബസ്സിൽ കയറിയിട്ട് നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് ഇറങ്ങി. ഈ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പപ്പയുടെ അമ്മയുടെ നാട് ഇതാണെങ്കിലും ഇവരുടെയൊക്കെ ഫാമിലി ഫുൾ സ്കാറ്റേർഡ് ആണ്. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ട്രാക്ക് റൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടേക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് അമ്മയുടെ ട്വിൻ സിസ്റ്റേഴ്സിലെ ഒരാളുടെ വീട്. ഇവിടെ നമ്മുടെ കസിൻ്റെ മോളൊക്കെ ഉണ്ട്. ആൾ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഫുള്ള് ആക്റ്റീവായി. ഭാഗ്യത്തിന് കരഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ കരയുമല്ലോ. ഇവൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അങ്ങനെ അവിടുത്തെ വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഇവിടെ കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ആളുടെ വീട്ടിലോട്ട് പോകുന്നത്. കാരണം മാമന് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ കുറച്ച് ലേറ്റ് ആയി. ഇതിപ്പോൾ ഇത്ര ലേറ്റ് ആവാൻ കാരണം ട്രെയിന് 30 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം സ്റ്റേഷനിൽ അത്രയും യാത്രകളുണ്ട് ഇവരുടെയൊക്കെ വീട്ടിലേക്ക്. അപ്പോൾ ഇതുവരെ വലിയൊരു ട്രാവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ആളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് അമ്മയുടെ ട്വിൻ സിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ആളുടെ വീട്ടിലേക്കാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ട്രാവലൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോഴേക്കും സന്ധ്യ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിളക്കും കത്തിച്ച് അങ്ങനെ ഈ ഒരു ഡേ ഇവിടെ ഇങ്ങോട്ട് അവസാനിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അമ്പലത്തിലേക്ക് പോകാമെന്നും പറഞ്ഞ് 3 പേരും കൂടെ ഒരുങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയെക്കുറിച്ച് 2 വാക്ക് അമ്മയുടെ സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയി വരട്ടെ. ഞാൻ ആ സമയം കൊണ്ടൊന്ന് ഫ്രഷപ്പ് ആയി, കാരണം ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.